നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ 319 എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ചധികം ലക്കങ്ങളിലായിട്ട് ഉത്തര രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള രാവണൻ്റെ കഥകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴും അതുതന്നെയാണ്. കാർത്തവീര്യാർജുനനും രാവണനും തമ്മിലുള്ള യുദ്ധത്തിന് കളമൊരുങ്ങുകയാണ്. കാർത്തവീര്യാർജുനൻ എന്ന് പറയുന്ന ആ അതിഭയങ്കരനായിട്ടുള്ള ആ രാജാവിനെ ആദ്യം നേരിടുന്ന രാവണനല്ല, അദ്ദേഹത്തിൻ്റെ സേനയിലുള്ള പ്രഹസ്തൻ എന്ന രാക്ഷസനാണ്, അദ്ദേഹത്തിൻ്റെ സേനാനായകനാണ്. അദ്ദേഹം ആദ്യം ചെയ്യുന്ന ഒരു മുസലം എടുത്ത് രാജാവിന് നേരെ എറിഞ്ഞു. മുസലം എന്ന് പറഞ്ഞാൽ ഇരുമ്പുലക്ക, അതിശക്തമായ ഒരു ഇരുമ്പുലക്കയാണ് പ്രഹസ്തൻ കാർത്തവീര്യാർജുനന് നേരെ എറിയുന്നത്. എന്നാൽ കാർത്തവീര്യാർജുനൻ അത് തട്ടിമാറ്റുകയും ഒരു ഗദ കൊണ്ട് പ്രഹസ്തനെ അടിച്ച് വീഴ്ത്തുകയുമാണ് ചെയ്യുന്നത്. പ്രഹസ്തൻ ബോധം കെട്ട് നിലത്ത് വീണു. ഇത് കണ്ട് ഭയന്ന് മറ്റുള്ള സേനാനായകന്മാരായിട്ടുള്ള ധൂമ്രാക്ഷനും മറ്റു പലരും അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. അങ്ങനെ രാവണന് നേരിട്ട് യുദ്ധരംഗത്ത് എത്തേണ്ടി വരികയാണ്. ഉഗ്രമായ യുദ്ധം തുടങ്ങി. പണ്ടൊരു യുദ്ധം നടന്നിട്ടുണ്ട്, ശ്രീ പരമേശ്വരനും യമനും കാലനും തമ്മിൽ. അതേപോലെ ഭയങ്കരമായ സമാനതകളില്ലാത്ത അതിഭീകരമായ ഒരു യുദ്ധമാണ് കാർത്തവീര്യാർജുനനും രാവണനും തമ്മിൽ അവിടെ നടക്കുന്നത്. ഇതിനിടയിൽ രാവണന്റെ കവചം താഴെ വീണു. ഈ സമയം നോക്കി കാർത്തവീര്യാർജുനൻ ഗദ കൊണ്ട് രാവണനെ പ്രഹരിച്ചു. ആ അടി കൊണ്ട രാവണൻ ദൂരെ പോയി തെറിച്ചു വീഴുകയാണ്. ബോധരഹിതനായി അവിടെ കിടന്നു. അയാളെ കാർത്തവീര്യാർജുനൻ കയറുകൊണ്ട് കൈയും കാലും കെട്ടി ബന്ധനസ്ഥനാക്കി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആയുധമായിട്ടുള്ള ചന്ദ്രഹാസവും കൈക്കലാക്കി. എന്നിട്ട് പൊക്കിയെടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുപോയി തുറുങ്കിലടച്ചു. ദേവകൾക്കെല്ലാം വളരെ സന്തോഷമായി. രാവണൻ എന്ത് ആപത്ത് വിണഞ്ഞാലും ദേവന്മാർക്ക് സന്തോഷമാണ്. അവർ പുഷ്പവൃഷ്ടി നടത്തി. ഇപ്പം രാവണൻ എന്തായാലും രക്ഷിക്കാൻ കഴിയില്ല എന്ന് കൂടെ അദ്ദേഹത്തിന് കൂടെയുള്ള സേനയുള്ള രാക്ഷസന്മാർക്ക് മനസ്സിലായി. അവർ തന്ത്രപൂർവ്വം അവിടെ നിന്നും പിൻവാങ്ങി. പിന്നെ പല തലങ്ങളിലും പലതരത്തിലും കൂടിയാലോചനകൾ നടന്നു. എങ്ങനെ രാവണനെ ഈ ബന്ധനാവസ്ഥയിൽ നിന്നും രക്ഷിച്ചെടുക്കാം, ഇതായിരുന്നു ചർച്ചകളുടെ ഉള്ളടക്കം. അതിൻ്റെ ഫലമായിട്ട് എല്ലാവരും കൂടെ പോയി മാരീചനെ പോയി കണ്ടു. മാരീചൻ നമുക്കറിയാം, പണ്ട് മാനായി വേഷം മാറി സീതയെ കൈക്കലാക്കിയ ആ മാരീചനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ മാരീചനാണ്. രാവണൻ്റെ അമ്മാവനായിട്ട് വരും. അദ്ദേഹം കൈയൊഴിഞ്ഞു, എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. പക്ഷെ ഒരു ഉപദേശം കൊടുത്തു, പുലസ്ത്യ മുനിയോട് പോയി പറയാം, ഞാനും വരാം. അദ്ദേഹം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. കാരണം പുലസ്ത്യ മുനി എന്ന് പറയുന്ന രാവണൻ്റെ മുത്തശ്ശനാണ്, പിതാമഹനാണ്, അപ്പൂപ്പനാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹം രക്ഷിക്കാതിരിക്കില്ല. അങ്ങനെ അദ്ദേഹത്തെ എല്ലാവരും കൂടെ പോയി കണ്ട് സങ്കടം ഉണർത്തിച്ചു. വിവരങ്ങളെല്ലാം അറിഞ്ഞ പുലസ്ത്യൻ തൻ്റെ കൊച്ചുമകനായ രാവണനെ രക്ഷിക്കാനായിട്ടുള്ള ദൗത്യമായി അപ്പോൾ തന്നെ മാഹിഷ്മതി എന്ന് പറയുന്ന രാജ്യത്തേക്ക്, കാർത്തവീര്യാർജുനൻ്റെ രാജ്യമാണ്, അതിൻ്റെ പേരാണ് മാഹിഷ്മതി, നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ കണ്ടതാണ്. ആ മാഹിഷ്മതിയിലേക്ക് കാർത്തവീര്യാർജുനൻ്റെ രാജ്യത്തിലേക്ക് പുറപ്പെട്ടു. ആര് പുറപ്പെട്ടു? പുലസ്ത്യ മുനി പുറപ്പെട്ടു. അങ്ങനെ അവിടെ ചെന്നു. രാജാക്കന്മാർ, മുനിവര്യന്മാരെ, സന്യാസി ശ്രേഷ്ഠന്മാരെയൊക്കെ വളരെ ആദരവോട് കൂടിയിട്ടാണ് രാജാക്കന്മാർ സ്വീകരിക്കുക. അതേപോലെ വലിയ ആദരവും ബഹുമാനവും ഒക്കെ വലിയൊരു സ്വീകരണമായിരുന്നു കാർത്തവീര്യാർജുനൻ പുലസ്ത്യ മുനിക്ക് നൽകിയത്. പൂജിച്ചു, സൽക്കരിച്ചു, എല്ലാം ചെയ്ത് അദ്ദേഹത്തെ തൃപ്തനാക്കി. എന്നിട്ട് രാജാവ് ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് അങ്ങ് ഇവിടേക്ക് എഴുന്നള്ളി വരാൻ എന്താണ് കാരണം? അങ്ങ് വന്നതിൽ വലിയ സന്തോഷമുണ്ട്, എങ്കിലും എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ അങ്ങ് വന്നതിൽ. എന്താണാവോ അങ്ങയുടെ ആഗമന ഉദ്ദേശം? അതെന്നോട് പറഞ്ഞാലും എന്ന് രാജാവ് പറഞ്ഞു. ആ മുനി കാര്യം പറയുന്നതിന് മുമ്പ് പുലസ്ത്യ മുനി കാര്യം പറയുമ്പോൾ രാജാവിനെ പ്രശംസിക്കുകയാണ്. താങ്കൾ വലിയ യുദ്ധവീരനാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, ധൈര്യശാലിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രശംസിക്കും. താങ്കൾ യുദ്ധത്തിൽ തോൽപ്പിച്ച് തടവുകാരനാക്കിയിരിക്കുന്നല്ലോ ഒരാളിനെ, രാവണൻ എന്ന് പറയുന്നത്. ആ രാവണൻ എൻ്റെ കൊച്ചുമകനാണ്. പക്ഷെ താങ്കൾ ഉദ്ദേശിക്കുമല്ലേ, രാവണൻ ഒരു നിസ്സാരക്കാരനല്ല, ഒരു ചില്ലറക്കാരനായ ഒരു വ്യക്തിയല്ല, സാധാരണ ഒരു വ്യക്തിയല്ല.
താങ്കൾ ഇതേപോലെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്? സമുദ്രത്തെയും പർവ്വതത്തെയും പോലും നിയന്ത്രിക്കാനും നിലയ്ക്ക് നിർത്താനുമുള്ള ആജ്ഞാശക്തിയുള്ളവനാണ് രാവണൻ, എൻ്റെ കൊച്ചുമകൻ. അങ്ങനെയുള്ള രാവണനെ ഒരൊറ്റ പ്രഹരം കൊണ്ട് കീഴ്പ്പെടുത്തി പരാജയപ്പെടുത്തിയ അങ്ങയുടെ വീര്യവും ബലവും അതിശയകരം തന്നെ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇങ്ങനെയൊക്കെ പറയും. മാത്രമല്ല, അങ്ങ് വലിയൊരു ഭക്തൻ കൂടിയാണല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങയെ വലിയ ഇഷ്ടമാണ്. അങ്ങൊരു വീരനായ യോദ്ധാവാണെന്ന് മാത്രമല്ല, പർവ്വതത്തെയും സമുദ്രത്തെയും പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള രാവണൻ എന്ന് പറയുന്ന അതിശക്തമാനായ രാക്ഷസനെ കീഴ്പ്പെടുത്തിയ അതുകൊണ്ട് മാത്രമല്ല, അങ്ങൊരു വലിയ ശ്രേഷ്ഠനായൊരു ഭക്തൻ കൂടിയാണെന്ന് എനിക്കറിയാം. ഇതെല്ലാം കൊണ്ട് എനിക്ക് അങ്ങയോട് വലിയ ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ ഇഷ്ടമുള്ള അങ്ങയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. രാവണനെ എന്നോടൊപ്പം വിട്ടയക്കണം. അതാണ് എൻ്റെ അപേക്ഷ. പക്ഷേ മുനിയുടെ അഭ്യർത്ഥന, മുനി പറഞ്ഞല്ലേ, തീർച്ചയായിട്ടും കാർത്തവീര്യാർജുനൻ അതൊക്കെ വലിയ ബഹുമാനത്തോടു കൂടി തന്നെ ഇങ്ങനെയുള്ള വ്യക്തികളെ കാണുന്ന ആളാണ്. അദ്ദേഹം തന്നെ തയ്യാറായി. അദ്ദേഹം ഉടൻ തന്നെ ഒട്ടും സംശയിച്ചില്ല. അപ്പോൾ തന്നെ രാവണൻ്റെ കെട്ടഴിച്ച് വിടാൻ ആജ്ഞ നൽകി. നല്ലപോലെയൊക്കെ എണ്ണ തേച്ച് കുളിപ്പിച്ച് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. രാവണന് ഭയങ്കര നാണക്കേടായിപ്പോയി. രാവണൻ ലജ്ജ കൊണ്ട് നമ്മളൊക്കെ ഒരു തലയാണ് താഴ്ത്തതെങ്കിൽ രാവണൻ 10 തലയും താഴ്ത്തിയെന്നാണ് രാമായണത്തിൽ പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു ബന്ധനത്തിൽ നിന്ന് എല്ലാം പുറത്തു വന്ന രാവണൻ, മോചിതനായ രാവണൻ, തൻ്റെ പിതാമഹനായ പുലസ്ത്യമുനിയാണ് ഇവിടെ വന്ന് തന്നെ രക്ഷിച്ചതെന്നൊക്കെ മനസ്സിലായി. അദ്ദേഹത്തെ വന്ദിച്ചു, അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു, രാജാവിന് നന്ദി പറഞ്ഞു. കാർത്തവീര്യാർജുനാകട്ടെ ഒട്ടും തന്നെ നല്ല രീതിയിൽ തന്നെയാണ് രാവണനോട് പെരുമാറിയത്. അദ്ദേഹം യാതൊരു വാശിയോ വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും കാർത്തവീര്യാർജുനും കാട്ടിയില്ല. അങ്ങനെ അദ്ദേഹം മറ്റൊരു വലിയൊരു കാര്യം കൂടെ ചെയ്തു. വളരെ ഉദാരമനസ്കനായിരുന്നു കാർത്തവീര്യാർജുനൻ. അദ്ദേഹം രാവണനിൽ നിന്ന് പിടിച്ചെടുത്ത പുഷ്പക വിമാനവും തിരിച്ചു കൊടുത്തു, ചന്ദ്രഹാസവും തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് സ്ഥലം വിട്ടു പോയിക്കോളാൻ പറഞ്ഞു, ഇവിടുന്ന് സ്ഥലം കാലിയാക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ രാവണൻ പുഷ്പക വിമാനത്തിൽ പഴയതുപോലെ തന്നെ അനുചരന്മാരോടൊപ്പം പുറപ്പെട്ടു. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്കെല്ലാം തോന്നും, ഇതോടുകൂടി രാവണൻ്റെ അഹങ്കാരമൊക്കെ ഒന്ന് കുറഞ്ഞു കാണും, ഒന്ന് ശമിച്ച് കാണും, ഒന്ന് തണുത്ത് കാണും എന്നൊക്കെ നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിഡ്ഢികളുടെ മൂഢസ്വർഗത്തിലാണ് താമസിക്കുന്നത്. രാവണൻ അങ്ങനൊന്നും തൻ്റെ അഹങ്കാര ബുദ്ധി ഉപേക്ഷിക്കുന്ന ഒരാളല്ല. രാവണൻ്റെ ആ കാർത്തവീര്യാർജുനൻ്റെ ടെറിട്ടറിയിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ആ സ്ഥലത്തു നിന്ന് പുറത്ത് കടന്നതും രാവണൻ തനി സ്വഭാവം കാട്ടി തുടങ്ങി. അഹങ്കാരം ഏതെല്ലാം രീതിയിൽ പ്രകടിപ്പിക്കാമോ അതെല്ലാം പ്രകടിപ്പിച്ചു തുടങ്ങി. അഹങ്കാരം കുറഞ്ഞില്ലെന്ന് മാത്രമല്ല, അത് കൂടുകയും ചെയ്തു എന്നാണ് പിന്നെ നടന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത്. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം വിമാനത്തിൽ ഇരുന്നുകൊണ്ട് കാണുകയാണ് കിഷ്കിന്ധ എന്ന് പറയുന്ന അതിമനോഹരമായ നഗരം കാണുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞപ്പോൾ ബാലിയാണ് കിഷ്കിന്ധയിലെ രാജാവ് എന്നറിഞ്ഞു. അപ്പോൾ തന്നെ രാവണൻ്റെ തീരുമാനിച്ചു, ഈ ബാലിയെ പോരിന് വിളിക്കണം, യുദ്ധം ചെയ്യണം, തോൽപ്പിക്കണം, എന്നിട്ട് ഈ കിഷ്കിന്ധ എന്ന് പറയുന്ന ഈ രാജ്യത്തെ കൂടി എനിക്ക് സ്വന്തമാക്കണം. അങ്ങനെ അവിടെ ഇറങ്ങി നിന്ന് ബാലിയെ കിഷ്കിന്ധ നഗരത്തിൽ ഇറങ്ങി നിന്ന്, മനോഹരമായ നഗരമാണ്, അവിടെ പുഷ്പവിമാനത്തിൽ അവിടെ ചെന്നിറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ കോട്ടയ്ക്ക് മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ബാലിയെ വെല്ലുവിളിക്കുകയാണ് രാവണൻ. ചുണയുണ്ടെങ്കിൽ ഇറങ്ങി വാ, നമുക്ക് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ബാലി പുറത്തേക്ക് വരുന്നത്, അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹം പുറത്തോട്ട് ഇറങ്ങി വന്നു. താരയാണ് പുറത്ത് വന്നത്. താരൻ എന്നു പേരുള്ള ഒരു വാനര വീരനാണ് അദ്ദേഹം, താരൻ. അദ്ദേഹം പുറത്ത് വന്നിട്ട് ആരാണ് ഈ വെല്ലുവിളിക്കുന്നത് നോക്കിയപ്പോൾ രാവണനാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ബാലി അല്പനേരം ക്ഷമിക്കണം, ബാലി ഇപ്പോൾ ഇവിടെ ഇല്ല, അദ്ദേഹം സന്ധ്യാവന്ദനത്തിന് പോയിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം സന്ധ്യാവന്ദനത്തിൽ പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ താരൻ രാവണനോട് പറയുന്നുണ്ട്. എത്ര സമയം എടുക്കും വരാൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ കാണാം അടുത്ത 320ാമത് ലക്കത്തിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.